assistant Paneer. കുറച്ച് സ്പെഷ്യലി മേക്കപ്പ് ഉള്ള കുറച്ച് സീനാണ് അതുകൊണ്ടാണ് Beautiful location. बहुत अच्छा. नमस्कार नमस्कार നമ്മുടെ ഡയറക്ടറി കാതരെ ചീഫ് മേക്കപ്പ് മാൻ ബ്രിഗർ ജാൻ. ബ്രിഗർ ജാൻ. അതെ, നല്ല പേരല്ലേ. ഞാൻ ജനിച്ചത് പാലക്കാട്, വളർന്നത് തിരുവനന്തപുരം, പ്രൊഫഷൻ മുംബൈയിൽ. ഇതെന്റെ അസിസ്റ്റന്റ് പനീർ സെൽവം. തമിഴ്നാടാണ്. നമ്മളെ ഈ പിന്നെ സ്പെഷ്യൽ മേക്കപ്പിന് മാത്രമേ നമ്മൾ പോകാറുള്ളൂ. അതെ. മൂപ്പരെ മുണ്ടിന്റെ ഷർട്ടിന്റെ ഒരേ കളറാണ്. ഇതല്ല, ഇത് പച്ച, ഇത് നീല. ഇത് പച്ച, നമ്മള് ഇവർ രണ്ടും ഓക്കെ. മുണ്ട് ഷർട്ട് നീല. ഇത് ഹരി കളർ. ഹരിയാലി സർ ठीक है ना? സുഖമായിട്ടിരിക്കുന്നു. ओके. हिंदी आपको नहीं मालूम? परवाले उनके तमिल தெரியும். हिंदी எல்லாம் கூட மிக்ஸ் பண்ணி போடலாம். ഹിന്ദി കുറച്ച് தெரியும். ओके. स्पेशल मेकअप மட்டும்தான் நான் ஐயோ தமிழ்ல स्पेशल मेकअप മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. दूसरा वो जो सिंपल टास्क हम नहीं करेंगे. അല്ല, അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത്. ഈ പർച്ചിന് അങ്ങനെ കുറച്ച് സ്പെഷ്യൽ മേക്കപ്പിന്റെ. അല്ല, ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പടമാണ് ചെയ്തത്. അയ്യോ, അവിടത്തെ എല്ലാ പടത്തും മിക്കവാറും ഉള്ള പടത്തിലെ സ്പെഷ്യൽ മേക്കപ്പ് ഞാനാണ് ചെയ്യുന്നത്. ഷാറുഖ് ഖാന്റെ പടത്തിലുണ്ടായിരുന്നു. ഈ അമീർ ഖാന്റെ ദങ്കലിനൊക്കെ ബായി ആണോ പോയത്? അമീർ ഖാന്റെ പെങ്ങളല്ല, അമീർ ഖാൻ ദങ്കൽ സിനിമയില്ലേ? പെങ്ങളല്ല, ദങ്കലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷാറുഖ് ഖാന്റെ മേക്കപ്പ് ഇപ്പൊ കുറെ നാൾ ഞാൻ ചെയ്തു, പിന്നെ ചെയ്തില്ല. എന്റെ പിന്നിൽ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. അല്ല, വേറെ ഒന്നുമല്ല. ഷാറുഖ് ഖാന്റെ ഒരു താടി കറക്റ്റ് ആയിട്ട് നമ്മൾ സ്പെഷ്യൽ മേക്കപ്പ് ആയിട്ടെല്ലാം ഫിക്സ് ചെയ്താണ്. അത് ഒരു ദിവസം ഈ പന്നീർ സെൽവം ഉണ്ടല്ലോ, ഇവൻ ഈ ജിലേബി കഴിക്കുന്ന സ്വഭാവം. ജിലേബി കഴിച്ചിട്ട് ഈ ഷാറുഖ് ഖാൻ വെക്കേണ്ട താടിയുടെ അടുത്തുണ്ട് ജിലേബി വെച്ച് താടിയിൽ മുഴുവൻ എറിഞ്ഞു കയറി. ഞാൻ ഷാറുഖ് ഖാന് താടി ഒട്ടിച്ചപ്പോ ഷാറുഖ് ഖാൻ ഭയങ്കര ആപത്താണ് കേട്ടോ. ഉറുമ്പ കയറി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെരുകൂടാ ചെള്ള നീര് വരും. ഷാറുഖ് ഖാൻ എന്നെ പറഞ്ഞു വിടും. തന്നിട്ടേ പറഞ്ഞു വിടും. അടി കിട്ടാത്ത ഭാഗ്യമല്ലേ? അടി കിട്ടിയില്ലെന്ന് ആരോ പറഞ്ഞു. പന്നീർ സെൽവത്തിന് ശരിക്കും കിട്ടി. പിന്നെ ഈ ഷാറുഖ് ഖാന്റെ ഈ സെക്യൂരിറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കമാൻഡോ ഉണ്ടല്ലോ, അവന്മാരൊന്ന് ഇടിച്ച് എല്ലാത്ത ഷേപ്പായി കളഞ്ഞു. വെടിവെക്കാച്ച കാര്യമല്ലേ സാർ? വെടിവെക്കാച്ച കാര്യം. ഈ താടി വെച്ച് ചൊറിയാന്ന് പറഞ്ഞാൽ 3 ദിവസം ഷൂട്ടിംഗ് നടന്നില്ല. നീരായി കാണും. നീരെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കടിയുറുമ്പ്. നല്ല ബോഡി പൂരാ നീര വെച്ച് അപ്പടിയല്ലേ. അല്ല സാറേ, ഈ മലയാളത്തിലാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ തല്ലും കൊല്ലൊന്നും ഇല്ല കേട്ടോ. അത് ഒരു ചെമിച്ചാളും. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കാരണമുണ്ടല്ലോ, ഓന് ഈ എന്ത് സാധനം ഏത് സമയത്ത് ഇങ്ങനെ എഴുതിയിട്ട് നടക്കുക ചെയ്യാം. ഓന് സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതി നടക്കുന്ന സമയത്ത് ക്ലൈമാക്സ് കിട്ടാൻ പറ്റുമോ അങ്ങനെ എഴുതി നടക്കുക. ചെന്നെത്തിപ്പെട്ട അടുക്കളയിലാണ്. അപ്പം ക്ലൈമാക്സ് കിട്ടിയ സന്തോഷത്തിൽ ഓൻ ആ സ്ക്രിപ്റ്റ് അവിടെ വെച്ചും കണ്ടി പോന്ന് നമ്മളോട് വിളിച്ചറിയാൻ വേണ്ടി ക്ലൈമാക്സ് കിട്ടിക്കണേന്ന്. ഈ സമയത്ത് നമ്മളെ ടിക്രൂച്ചിന് പറയുമ്പോൾ നാണ കണ്ടോ, ഓനൊരു ചായ കുടിക്കണമെന്ന് വെച്ചും കണ്ടു അടുക്കളയിൽ ചെന്ന് അടുപ്പ് കത്തിക്കാൻ നോക്കുമ്പോൾ ഒന്നും കാണില്ല. ഓൻ തൊട്ടടുത്ത് കണ്ട 2 പേപ്പർ കീറി കണ്ട് അടുപ്പ് കത്തിച്ച് ചായ ഉണ്ടാക്കി. സംഭവം എന്തേന് സാധാരണ ക്ലൈമാക്സ് കഴിഞ്ഞ് ക്ലൈമാക്സ് സീൻ പ്രൊഡ്യൂസർ ഒരു വാക്ക് വേണ്ടില്ല, കാതറിനൊക്കെ ഒന്നും പറഞ്ഞില്ല. നമ്മള് പറഞ്ഞു കണ്ടിട്ടല്ലേ ഉള്ളൂ ക്ലൈമാക്സ് കത്തി കയറുന്നു. ഞാൻ ജീവിതത്തിൽ കണ്ടെന്നു അപ്പൊ ഇവിടെ ഡയറക്ടർ തന്നെയാണ് ചായ ഒക്കെ ഇടുന്നത്. അത് നല്ല അതാണ് വേണ്ടത്. അല്ല, ഇത് നമുക്ക് അതല്ലാതെ ഇപ്പൊ പ്രൊഡക്ഷൻ പോയി റൂമിലാണ് എവിടെയാണെങ്കിലും ശരി അവരവര് ചായ ഇടുന്നതാണ് നല്ലത്. അവനവന് ചായ ഉണ്ടെങ്കിൽ ഇടാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചായ ഇടാം. മനസ്സിലായി? മലയാളത്തിൽ അത് ഈ സ്പെഷ്യൽ മേക്കപ്പിനല്ലേ ചെയ്യില്ല. ഇപ്പൊ ഈ ഷാറുഖ് ഖാന്റെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ സൽമാൻ ഖാന്റെ അടുത്താണ് പോയത്. സൽമാൻ ഖാന്റെ അടുത്ത് പോയപ്പോൾ ലഞ്ച് ബ്രേക്കിന് പഞ്ച പിടിച്ച് അത് വലിയ നാണക്കേട് സൽമാൻ ഖാൻ ഉണ്ടായ രീതിയിലാണ് സംഭവം മുന്നോട്ട് പോയത്. വലിയ നാണക്കേടായിപ്പോ. അല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ പഞ്ച ഇങ്ങനെ പിടിച്ച് ഞാൻ തോറ്റു. അത് സൽമാൻ വലിയ നാണക്കേടായി. ഞാൻ തോറ്റു. സൽമാനല്ലേ നല്ല ബലം. അപ്പൊ ഞാൻ തോറ്റു. അത് സൽമാൻ വലിയ നാണക്കേടായി.
പുള്ളിക്ക് പക്ഷെ പുള്ളി ജയിക്കുമ്പോൾ സന്തോഷിക്കില്ലേ വേണ്ടേ? അല്ല, ഇത്രയും വലിയ സീനിയർ മേക്കപ്പ് മാനെ തോപ്പിച്ചല്ലോ എന്ന് മനസ്സിലൊരു കുറ്റബോധം. അതെ പറഞ്ഞു വിട്ടു എന്നെ പറഞ്ഞു. വലിയ എന്ന് പറഞ്ഞാൽ പെയിൻ, തമിഴില് വലിയ എന്ന് പറഞ്ഞാൽ പെയിൻ അല്ല എന്നെ പറഞ്ഞു വിട്ടു. കാരണം വെച്ചാൽ തോപ്പിച്ച ഒരാൾ ഇത്രയും സീനിയർ മേക്കപ്പ് മാനെ പഞ്ച് പിടിച്ച് തോപ്പിച്ച ഇപ്പൊ എന്നെ ഫേസ് ചെയ്യാൻ സൽമാൻ ഖാനോട് മടി. എന്നാ പിന്നെ സൽമാൻ ഖാൻ തോറ്റു തന്നാ പോരായിരുന്നു. അത് എനിക്ക് ക്ഷീണമാകും. ഇത്രയും വലിയ പിന്നെ സുൽത്താൻ പടത്തിലൊക്കെ പഞ്ച് പിടിച്ച് ജയിച്ച ഒരാളെ ഞാൻ തോപ്പിച്ചെന്ന് പറഞ്ഞാൽ അതെനിക്ക് ക്ഷീണമാകും. അപ്പൊ സൽമാൻ ഖാനോട് ഇറങ്ങി പോയിട്ട് വരും. അതിന് ക്ഷീണമാവാം. എന്തായിരുന്നാലും ക്ഷീണമാണ്. പിന്നെ ആമിർ ഖാൻ ഡങ്കല്. അപ്പൊ നമ്മള് ഈ ഡങ്കല് പടത്തിലുണ്ടല്ലോ, ബിഗിനിങ്ങിലും ഞാൻ ഉണ്ടായിരുന്നു. ഒരു ഗുസ്തി കഴിഞ്ഞിട്ട് സൽമാൻ ഖാൻ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ക്ഷീണത്തിൽ ആമിർ ഖാൻ കറക്റ്റ് ഡങ്കൽ അമീർ എല്ലാം കൂടെ തെറ്റിട്ട് എല്ലാം ഖാൻമാരല്ലേ. അപ്പൊ ഈ ആമിർ ഖാൻ കിടന്ന് ഉറങ്ങുന്നു. എന്റെ അടുത്ത് പറഞ്ഞു मैं सोने का वक्त तुम प्रकृति तुम मेकअप करो मैं सजाऊंगा तुम मेकअप करो. സോന എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുമ്പോ തൂങ്ങുമ്പോ നീ മേക്കപ്പ് പണിയിട്, ഉറങ്ങുമ്പോ നീ മേക്കപ്പ് ചെയ്തോ എന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ നോക്കുമ്പോ ഒരു ചെറിയ താടിയൊക്കെ ഉണ്ട്. 2 ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സീൻ എടുക്കാനാണ്. ചെറിയ താടിയൊക്കെ ഉണ്ട്. ഞാൻ നീറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ തന്നെ ഷേവ് ചെയ്തു. പിന്നീട് ഉടനപ്പാണ് ആമിർ ഖാൻ ചൂടായത്. താടിയുള്ള സീനായിരുന്നു. വലിയ ക്ഷീണമായിപ്പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. അപ്പൊ താടി നിങ്ങൾ കൊറേ പണിയിട്ടുണ്ടല്ലേ? കൊറേ പണി. ഒന്ന് ഇറുമ്പ് ഒന്ന് ഈ കേസ്. ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കും നമ്മുടെ കുറ്റം പറയാൻ പറ്റില്ല. അറിയുന്നില്ല. ഈ പന്നീർ സെൽവം അല്ലേ ഇവന്റെ അടുത്തല്ലേ പറയണ്ടേ. ഇവൻ തമിഴല്ലേ അറിയാം, അവന് ഹിന്ദി ഒട്ടും അറിയാം. നല്ല ഉപയോഗം ഉണ്ടാവാറുണ്ടല്ലോ. കുഴപ്പമില്ല, ഇവൻ മിടുക്കനാണ്. ഇവന് സ്പെഷ്യൽ മേക്കപ്പ് ലേഡീസ് മേക്കപ്പ്, ലേഡീസിന്റെ ഹെയർ ഡ്രസ്സിങ് ഇവൻ ഭയങ്കരമായിട്ട് ചെയ്യും. ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹെയർ ഡ്രസ്സറാണ്. ഈ പിന്നെ ഹീറോയിൻസിന് തലമുടി ഈ വേറെ മുടി പകുതി വെച്ച് കെട്ടുക, ഈ ചുരുട്ടി വിടുക, ഇങ്ങനെ ഉണ്ട്. കേരളീയ കറക്റ്റ് കേരളീയ ഇത് ഇങ്ങനെ വിടും. പിന്നെ മറ്റേ ഈ പിന്നെ ഇങ്ങനെ ഗോപുരം സ്ട്രൈറ്റനിങ് ഇവർക്കെല്ലാം അറിയാം കേട്ടോ. ബോളിവുഡിന്റെ സ്റ്റൈലാണ് കേട്ടോ സ്ട്രൈറ്റനിങ്. പിന്നെ വേറെ കേളിങ്. ഇതെല്ലാം ഇവന്റെ ഭാര്യ അലമേലു സൂപ്പർ അസാധ്യ ഹെയർ ഡ്രസ്സറാണ്. അലമേലു പോണ കാഴ്ച കണ്ട ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ ഇങ്ങനെ നിന്നു. അലമേലു അയ്യോ അസാധ്യ സുന്ദരി. അവൾ പോണ കണ്ട അവൾ ധരിച്ചാൽ ഭൂമി ചരിക്കും. അങ്ങനെ ഒരു പാട്ടില്ലേ? അവൾ ധരിച്ചാൽ ഭൂമി. പഴയ പാട്ടൊക്കെ അറിയാവോ? ഞാൻ ജനിച്ചത് പാലക്കാട്. മലയാളം പടങ്ങളൊക്കെ കണ്ടു. ഇത് ഇന്ന പാട്ട് എവിടെ വേണമെങ്കിലും കേൾക്കും. അലമേൽ എന്ന് പറയുമ്പോ അവൾ ചിരിച്ചാൽ മുത്തുമൊഴി. അവൾ നടന്നാൽ ഭൂമി തരിക്കും. ആ അലമേൽ നടന്നാൽ ഭൂമി തരിക്കും. അതാണ് ഇവൻ കയറി ഫസ്റ്റ് ഡേ ലവ് ആയിരുന്നു. ഓ കടവുള് അതിന് ഇവൻ ദൈവത്തിനാണ് പറഞ്ഞത്. ഭയങ്കര കടവുള്ളൊക്കെ തീർക്കാമല്ലോ. വേറെ കാര്യങ്ങളൊക്കെ ഇവര് രണ്ടും കൂടെ നടന്നു പോകണുണ്ടാൽ സത്യം പറഞ്ഞ കടവുൾ എന്ന് പറഞ്ഞാൽ ദൈവം. തമിഴ് കടവുൾ എന്ന് പറഞ്ഞാൽ ദൈവം. ഇവർ രണ്ടും കൂടെ നടന്നു പോകണുണ്ടാലേ അസാധ്യ പേരാണ്. അച്ഛനും മോളെയും പോലെ ഇരിക്കും. അച്ഛനും മോളെയും പോലെ ചുമ്മാ പറഞ്ഞു. അത് തമാശക്ക് രണ്ട് MGR അത് സരോജ എങ്ങനെ ഇരിക്കും രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാണ്. ഷാറുഖ് ഖാനും ആമിർ ഖാനും സൽമാൻ ഖാനും ഒക്കെ അലമേലു പന്നീർ സെൽവം. ഇവൻ ജനിച്ചത് കോയമ്പത്തൂര്. കോയമ്പത്തൂർ. പിന്നെ മലയാളം അറിയാം, പക്ഷെ എന്നാലും തമിഴാണ്. തമിഴേ പറയൂ. അതെ. ഇവൻ ഹെയർ ഡ്രസ് ചെയ്ത് ഈ അലമേലു എന്ന് പറഞ്ഞവള് അവിടുത്തെ ദീപിക പടുകൊണ്ടില്ലേ, കേരളീയ ആണെങ്കിൽ അലമേലു വേണം. കെർലിങ്ങിന് നിങ്ങളിവിടെ കേളിംഗ് എന്നാണ് പറഞ്ഞല്ലേ, ഞങ്ങളുടെ അവിടെ കെർലിംഗ് എന്നാണ് പറഞ്ഞത്. അതേപോലെ കാജോലിനെ സ്ട്രൈറ്റൻ ചെയ്യണമെങ്കിൽ അലമേലു തന്നെ വേണം. അലമേലു ഇങ്ങനെ മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇവൻ പിടിച്ചു കൊടുക്കും. കാജോളിന്റെ മുടിയൊക്കെ പിടിച്ചോണ്ടിരിക്കും. പിന്നെ കാജോള് ദീപിക പദുകോൺ എല്ലാം കൈ കാണിക്കും. കാജോലിനെ തൊട്ട കൈയാണ്ട് ഉമ്മ കൊടുക്കുന്നു. സണ്ണി ലിയോണിനെ തൊട്ട കയ്യാതെ കൈ വെട്ടി എടുക്കുക. എല്ലാ സണ്ണി ലിയോണ് അവരുടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നത് തന്നെ ഇവന്റെ ഏർപ്പാടിലാണ്. കാരണം അറിയാ
ഇത്ര നിരുപദ്രവിയായിട്ടുള്ള ഒരാൾ വേറെ ഇല്ലെന്നാണ്. വേറെ കാര്യം ചോദിച്ചേ, ഈ സണ്ണി ഡിയോളിന് ചേഞ്ച് ചെയ്യാൻ അധികം കോസ്റ്റ് സണ്ണി ഡിയോളാ, സണ്ണി ലിയോൺ. സണ്ണി ഡിയോളാണ്, സണ്ണി ലിയോണി പെണ്ണ്. ഓക്ക് ചേഞ്ച് ചെയ്യാൻ അധികം ഡ്രസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ ഡ്രസ്സ് ഉണ്ടോ ഇല്ലെന്നല്ല, ഇത് അതെല്ലാം നമ്മുടെ പന്നീർ സെൽവമാണ് അകത്തുനിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. അവർ പറഞ്ഞ ഹീറോയിൻസ് പറയണ്ടല്ല, പന്നീർ സെൽവത്തിന് വിശ്വസിച്ച് ഈ റൂമിന്റെ അകത്തുനിന്ന് എന്താ മൂപ്പർക്ക് കണ്ണ് കാണൂലേ? അങ്ങനെ കാരണം അത്ര മാന്യമായിട്ടുള്ള കാരണം വെച്ചാ ഞാൻ ഒരു ദിവസം നോക്കി ഈ പന്നീർ സെൽവം ഇവൻ എന്താണ് ഇത്രയും വലിയ റെസ്പെക്ട് എന്ന് പറഞ്ഞ് ഞാൻ റൂമിന്റെ ഇടയിൽ കൂടെ വിളിഞ്ഞു നോക്കി. ഇവർ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നിടത്ത് ഇവൻ എന്താ കൊണ്ടുപോകണം അറിയണമല്ലോ. നോക്കിയപ്പോ ഉണ്ടല്ലോ അവരവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, ഇവൻ തിരിഞ്ഞേ നിൽക്കുള്ളൂ, ഇവരെ നോക്കില്ല. അത് ഇവന്റെ അന്തസ് കൈ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കണ്ണാടിയൊന്നും ഇല്ലല്ലോ. ഇവൻ തിരിഞ്ഞു നിൽക്കും, അവരെ ഡ്രസ്സ് ചെയ്യും. അതിങ്ങനെ ഈ പട്ടാളക്കാർ നിൽക്കുന്നല്ലാണ് അവൻ നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ വിശ്വസിക്കാൻ ഡ്രസ്സൊക്കെ മാറുമ്പോൾ നായികമാർക്കല്ലേ അതെ അതെ അതെ. ഇവർ ലൊക്കേഷൻ ഇല്ലെങ്കിൽ ഞമ്മക്കൊരു സംശയം, ഇയാള് മൊബൈല് ക്യാമറ ഇങ്ങനെ ഓൺ ആക്കിയിട്ടാണ് തിന്നിക്കല്. അതൊക്കെ കേരളത്തില് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അലമേലും ഉണ്ടല്ലോ. ഇവനെ 22 ഫീമെയിൽ കോട്ട ആയിക്കളെ അറിയാ. അതല്ല അത് വേറെ വിഷയം. ഒരു പടം ഇരുന്നത് അത് ക്ലൈമാക്സ് കൊഞ്ചം അപ്പുറം അല്ല അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ കാവ്യം കൊണ്ട് കൊടുത്താൽ ഇറങ്ങിയാൽ മതി. അതെല്ലാം പെരിയ ഡേഞ്ചർ വിഷയം അല്ല. അതൊന്ന് ആരും வேற ஒன்றும் இல்லை. ஒரு படத்தில் வந்து கிளைமேக்ஸ் வந்து 22 ஃபீமேல் கோட்டைன்னு ஒரு படம் இருக்கு. இந்த கிளைமேக்ஸ் வந்து இந்த சீட் பண்ற ஆளை எப்படி ரிவெஞ்ச் பண்றேன்னா கொஞ்சம் அசங்கிய அப்புறம் பேசலாம். நம்ம அந்த வேண்டாம் 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 அது லேடிஸ் எல்லாம் நிற்கும்போது அசங்கியா இது வேற என்ன அது சுருக்கி പറഞ്ഞാല് അവനക്ക് ഒരു ഫാമിലി ലൈഫ് പോസിബിൾ അല്ല, அந்த அளவுக்கு ആക്കിട്ട്. അത് സിനിമ ഇറങ്ങിയിട്ട് 2 കൊല്ലമെങ്കിലും ഇപ്പോഴാണ് ആൾക്കാർ ഇവിടെ പരീക്ഷണം തുടങ്ങിയത്. அந்த மாதிரி விஷயம் ஒன்றும் பேசக்கூடாது. പിന്നെ ഈ ക്യാരക്ടർ എന്തൊക്കെയാണ് സ്പെഷ്യൽ മേക്കപ്പ് ആർക്കൊക്കെ ചെയ്യണം, ഈ പടത്തിന്റെ ഒരു സ്റ്റോറി ലൈൻ തന്നെ എന്ന് കേട്ടാൽ നമുക്ക് അതിനനുസരിച്ച് ചില എൻ്റെ കോൺട്രിബ്യൂഷൻ എല്ലാം ഞാൻ പറയാം. കാരണം വെച്ചാൽ എന്തെങ്കിലും സ്റ്റോറി ലൈനിൽ ചേഞ്ചോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ പേരില്ല പ്രകൃതിജാൻ, ജനിച്ചാൽ പാലക്കാട്. ഹിന്ദിയിൽ പടം വാങ്ങിച്ചു തരാം, കാരണം ഹിന്ദിയില് നമുക്കൊരു സംശയമുണ്ട്, ഈ പാലക്കാടിലെ ഒരു മലയാളിക്ക് അങ്ങനെ ഇങ്ങനത്തെ പേര് വന്ന്? പ്രകൃതിജാൻ എന്റെ അച്ഛന്റെ പേര് അമൃത്ജാൻ, എന്റെ അമ്മയുടെ പേര് പ്രകൃമതി, അതാണ് പ്രകൃതിജാൻ. അതാണ് പാലക്കാട്. പ്രകൃമതി എന്നുള്ള പാലക്കാട് ഏരിയ. എന്റെ അമ്മ പ്രകൃമതി, പാലക്കാട്. പാലക്കാട് അമീർജാൻ എന്റെ അച്ഛന്റെ പേര്. ഞാൻ ഹിന്ദു മുസ്ലിം. മഴയും വരുന്നുണ്ട്. അപ്പൊ സ്റ്റോറി ലൈൻ എന്താ ചോദിച്ചാ അവിടെ ബോംബെയില് മുംബൈയില് അഭിനയിക്കാൻ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറയാം, ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് നമ്മുടെ രാജു ഹിറാനിയുടെ അസിസ്റ്റന്റ് വർക്ക് ചെയ്താൽ മതിയാ. രാജു ഹിറാനി മതിയല്ല, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി. അതാണ് 3 Idiots ഒക്കെ ഡയറക്റ്റ്. മഴ വരുന്നുണ്ട്, അകത്തിരുന്ന് ഈ ക്യാരക്ടർ ഒന്ന് കേൾക്കണം, സ്റ്റോറി ലൈൻ ഒന്ന് കേൾക്കണം. പുള്ളി നല്ല ജോലിയാട്ടോ.